ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്കിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ വരുന്ന 7 മൊഡ്യൂളും കാര്യങ്ങളും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു മെറ്റസ്പ്ലോയിറ്റ് സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി നമുക്ക് ഈ MSF കൺസോൾ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പേലോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MSF വെനം യൂസ് ചെയ്യാം. നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ MSF കൺസോളിൽ വരുന്ന ബേസിക് കമാൻഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് MSF കൺസോൾ ഒന്ന് സ്റ്റാർട്ട് ആക്കാം. അതിന് കൊടുക്കുന്ന കമാൻഡാണ് MSF കൺസോൾ. ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് സ്റ്റാർട്ട് ആവാൻ കുറച്ച് സമയം എടുക്കും. കാരണം ഇത് വളരെ വലിയൊരു ടൂളാണ്. അപ്പോൾ അതിൻ്റെ ബൂട്ടിങ് തന്നെ നല്ല രീതിയിൽ ടൈം എടുക്കുന്ന ഒരു ടൂളാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് കാണാം സ്റ്റാർട്ടിങ് മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് കൺസോൾ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം കൂടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് കാണാം അതിൻ്റെ ബാനർ എന്താ കാണാം. ഇതെന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ അതിൻ്റെ താഴെ നമ്മുടെ മെറ്റസ്പ്ലോയിറ്റിൻ്റെ വേർഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ 7 മൊഡ്യൂളും കാണാം. അവിടെ നമുക്ക് എക്സ്പ്ലോയിറ്റ്, ഓക്സിലറി, പോസ്റ്റ് എക്സ്പ്ലോയിറ്റ്, പേലോഡ്, എൻകോഡർ, നോപ്സ്, ഇവേഷന്. ആ മൊഡ്യൂൾസിനൊപ്പം തന്നെ അത് എത്ര നമ്പർ ഉണ്ടെന്ന് കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം എക്സ്പ്ലോയിറ്റ് തന്നെ 2290 മൊഡ്യൂൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്സിലറി വരുമ്പോൾ 1201, അതേപോലെ തന്നെ 409 പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷന്, 968 പേലോഡ്, 45 എൻകോഡർ, 11 നോപ്പ്, 9 ഇവേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും മൊഡ്യൂൾസ് ആണ് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് യൂസ് ചെയ്താണ് നമ്മൾ നമ്മുടെ പല വൾണറബിലിറ്റിയും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ ഒരു ടിപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. സേവ് ദ കറന്റ് എൻവയൺമെന്റ് വിത്ത് ദി സേവ് കമാൻഡ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സേവ് കമാൻഡ് യൂസ് സേവ് ചെയ്യണമെന്ന് ഒരു പ്രത്യേകം പറയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ് എല്ലാം തന്നെ അവിടെ പോകും. ഓക്കെ, നമ്മുടെ സാധാ ടെർമിനൽ പോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ടെർമിനൽ എന്ന് പറയുന്നത്. നമ്മുടെ മറ്റേ ടെർമിനൽ പോലെ തന്നെയാണ്. നമുക്ക് ഇവിടെ കാണാം MSF കൺസോൾ എന്ന് കൊടുത്തിട്ട് ഒരു ലെസ് ദാൻ ആരോ കൊടുത്തിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ ബേസിക് ആയിട്ട് നമ്മുടെ ഏത് ടൂൾ പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യുന്നത് ഹെൽപ്പ് കമാൻഡ് നോക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഹെൽപ്പ് തന്നെ കൊടുത്ത് നോക്കാം. ഹെൽപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് കാണാം പല ഓപ്ഷനും കാര്യങ്ങളും വേറെ ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് നോക്കണം. ഞാൻ പറഞ്ഞു ഈ ഇതെന്ന് പറയുന്നത്, ഈ ഒരു ടെർമിനൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കാലലിനെക്സ് ടെർമിനൽ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ടെർമിനലാണ്. ഞാനിവിടെ ക്ലിയർ കൊടുക്കുകയാണെങ്കിൽ എല്ലാം ക്ലിയർ ആവും. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ IF കോൺഫിഗ് നോക്കണമെങ്കിൽ sudo IF കോൺഫിഗ് കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് കൊടുത്താൽ അത് കിട്ടും. അങ്ങനെ നമുക്ക് നമ്മുടെ കാലലിനെക്സ് ടെർമിനലിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം തന്നെ നമുക്ക് ഈ ടെർമിനൽ വഴി ചെയ്യിക്കാം. അങ്ങനെ CD കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാത്ത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഓക്കെ, മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഷോ എന്ന കമാൻഡ് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു നമുക്ക് 7 മൊഡ്യൂളുള്ള കാര്യം. അപ്പോൾ ഈ ഷോ കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് ഓരോ മൊഡ്യൂളിലെ എല്ലാ കോമ്പോണൻസും നോക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് പേലോഡ്സ് എല്ലാം കാണണമെങ്കിൽ ഷോ സ്പേസ് പേലോഡ് എന്ന് കൊടുക്കാം. ഇതാ കണ്ടോ, ഞാനിത് സൂം ഔട്ട് ചെയ്തൊക്കെയാണ്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു ഓർഡറിൽ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് സൂം ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് കാണാം നമ്പർ ഓഫ് പേലോഡ് എന്ന് പറയുന്നത് ഇതാണ്. 964 പേലോഡ്സ് ഉണ്ട്. അതെല്ലാം തന്നെ ലിസ്റ്റ് ആയിട്ടുണ്ട്. അതെല്ലാം എന്തിനുള്ളതാണെന്നുള്ള കറക്റ്റ് ആയിട്ടൊരു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ആദ്യം മുതലൊന്ന്. ഇത് പറയുന്നത് ബൈൻഡ് ഷെൽ ബൈൻഡ് TCP. നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ റിവേഴ്സ് ഷെല്ലും ബൈൻഡ് ഷെല്ലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമുക്ക് കാണാം. ആ ഷെല്ല് കാണാം നമുക്കിവിടെ. ബൈൻഡ് ഷെല്ലാണിത്. അതേപോലെ തന്നെ നമുക്കിവിടെ റിവേഴ്സും കാണാൻ സാധിക്കും. മെറ്റപ്പെട്ട് റിവേഴ്സ്. ഇത് ആൻഡ്രോയിഡ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പേലോഡാണ്. ആൻഡ്രോയിഡ് എക്സ്പ്ലോയിറ്റ് ചെയ്യാം. അതേപോലെ ആപ്പിൾ iOS അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളതുണ്ട്. നമുക്ക് അതിനുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതെന്താണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആപ്പിൾ കണ്ടു. അതേപോലെ BSD, CMD, യൂണിക് സിസ്റ്റം എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള പേലോഡ്. അത് പൈത്തൺ ലാംഗ്വേജിലാണ് കോഡ് ചെയ്തിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ പേലോഡ് എല്ലാം തന്നെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തത് പേലോഡാണ്. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. താഴെ വരാം. ക്ലിയർ സ്ക്രീൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഷോ എക്സ്പ്ലോയിറ്റ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ കണ്ടോ, 2289 എക്സ്പ്ലോയിറ്റ് ആണുള്ളത്. അതെല്ലാം തന്നെ ലിസ്റ്റ് ആയിട്ട് നമുക്ക് കാണാം. നമുക്ക് ആദ്യം മുതൽ പോയി നോക്കാം.
അതിൻ്റെ പേര്, ഡിസ്ക്ലോഷർ ഡേറ്റ്, റാങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നല്ല വർക്കാവുന്ന പേലോഡാണോ എക്സ്പ്ലോയിറ്റ് ആണോ അല്ലയോ എന്ന് കൊടുത്തിട്ടുണ്ട്. ചെക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡിസ്ക്രിപ്ഷൻ. നമുക്ക് ഓരോന്നും അനലൈസ് നോക്കാം. കാരണം ഇവിടെ ആപ്പിളും iOSഉം ആൻഡ്രോയിഡൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം. ഓരോന്നും കാണാൻ സാധിക്കും. പ്രോഫ് ടി ബി ടെൽനെറ്റ് IAS എന്ന് പറയുന്നത് 2014. അതായത് ഡിസ്ക്ലോസർ എന്ന് പറയാം എല്ലാം കുറച്ച് ഓൾഡ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ടൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. 2014, 2018 അങ്ങനെയുള്ള ഇയറൊക്കെയാണ് മാക്സിമം വരുന്നത്. ഇത് നമുക്ക് കാണാം. അത് എന്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ഫയർഫോക്സ് ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു ഷെല്ലിവിടെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം, അനലൈസ് ചെയ്യാം ഓരോന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ എക്സ്പ്ലോയിറ്റ് എല്ലാം ലിസ്റ്റ് ചെയ്യുന്നത്. ഇത് വെച്ച് നമ്മൾ ഇന്നൊരു ടാർഗറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല. പകരം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്കിവിടെ ഒരെണ്ണം കാണാൻ സാധിക്കും. എക്സ്പ്ലോയിറ്റ് വിൻഡോസ് ലോക്കൽ നോവൽ ക്ലയൻറ്റ് NICM എന്ന് പറഞ്ഞൊരു എക്സ്പ്ലോയിറ്റ്. ഇത് ഡിസ്ക്ലോസ് ആയിരിക്കുന്നത് 2013 മെയ്യിലാണ്. ഓക്കെ, അതിൻ്റെ ആവറേജ് യൂസേജ് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ഗ്രേറ്റ് വരുന്ന ഒരെണ്ണം അനലൈസ് നോക്കാം. ഓക്കെ, MS18 ഇത് വിൻഡോസിന് എക്സ്പ്ലോയിറ്റ് ആണ്. നമുക്ക് കാണാം ഈ വിൻഡോസ് ഉള്ളതുകൊണ്ട് ഇത് വിൻഡോസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇപ്പോൾ ടാർഗറ്റ് ഒന്നും അറ്റാക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ പേര് കോപ്പി ചെയ്യണം. ഇതാണ് ഇതിൻ്റെ പേര്, MS188120 Win32K പ്രിവിലേജ് എസ്കലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, കോപ്പി ചെയ്യാം. എന്നിട്ട് താഴെ വന്നിട്ട് സ്ക്രീൻ ക്ലിയർ ചെയ്യാണ് ഞാൻ. ഓക്കെ, സൂം ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യൂസ് എന്ന കമാൻഡാണ് കൊടുക്കേണ്ടത്. ഒരു പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് അല്ലെങ്കിൽ പേലോഡ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം സ്പെസിഫൈ ചെയ്യേണ്ടത് ഈ യൂസ് കമാൻഡാണ്. മറ്റേത് നമുക്കെല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഷോ കമാൻഡ്, അതുപോലെ ആ പർട്ടിക്കുലർ പേലോഡ് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് കമാൻഡ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്യേണ്ടത് എക്സ്പ്ലോയിറ്റ് ആണല്ലേ. അപ്പോൾ എക്സ്പ്ലോയിറ്റ് സ്പെസിഫൈ ചെയ്യണം. അതിനകത്താണുള്ളത് സ്ലാഷ്. ഞാൻ കോപ്പി ചെയ്ത എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത് വിൻഡോസിന് എക്സ്പ്ലോയിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് കോപ്പി ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ പാത്ത് സ്പെസിഫൈ ചെയ്യാം. വിൻഡോസ് ആയിരുന്നത് സ്ലാഷ് ലോക്കലിനകത്തായിരുന്നു. സ്ലാഷ് എന്നിട്ട് നമ്മൾ ആ പേര് അവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്, അത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. ഇനി എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നമുക്ക് കാണാം, നോ പേലോഡ് കോൺഫിഗേർഡ് ഡീഫോൾട്ടിംഗ് ടു വിൻഡോസ് മെട്രപ്പെട്ടർ റിവേഴ്സ് TCP. ഇതെന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. പക്ഷെ നമുക്കിവിടെ കാണാം, നമുക്ക് MSF എക്സ്പ്ലോയിറ്റ് നമുക്ക് റെഡ് കളറിൽ കാണാൻ സാധിക്കും. വിൻഡോസ് ലോക്കൽ MS188120 Win32K പ്രിവിലേജ് എസ്കലേഷൻ. അതായത് നമുക്ക് ഈ ഒരു എക്സ്പ്ലോയിറ്റിൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്ലോയിറ്റിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് വേറൊരു കമാൻഡ് യൂസ് ചെയ്യാം. അതാണ് ഷോ ഇൻഫോ എന്ന ഓപ്ഷൻ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്പ്ലോയിറ്റ് എന്താണെന്നൊരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടും. നമുക്ക് നോക്കാം. നെയിം എന്ന് പറയുന്നത് വിൻഡോസ് ആണ്. ആ എക്സ്പ്ലോയിറ്റിൻ്റെ കറക്റ്റ് നെയിം കിട്ടിയിട്ടുണ്ട്. വിൻഡോസ് സെറ്റ് ടൈം ഇൻഫോഎക്സ് Win32K എന്ന് പറഞ്ഞൊരു എക്സ്പ്ലോയിറ്റ് ആണത്. അതിൻ്റെ പാത്ത് കൊടുത്തിട്ടുണ്ട്, ഏത് പ്ലാറ്റ്ഫോമിലാണ് വർക്ക് ആവുന്നത് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ്, ലൈസൻസ് കാര്യങ്ങളൊക്കെ. അത് പ്രൊവൈഡ് ചെയ്ത ആൾക്കാരുടെ പേരും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് കാണാം ടാർഗറ്റ് ഏതൊക്കെയാണ്. വിൻഡോസ് 7 ഇത് വർക്ക് ആവുന്നത്. 64 ബിറ്റിലും 86 ബിറ്റിലും ഇത് വർക്ക് ആവുന്നത്. അതേപോലെ തന്നെ വേറെ എന്തൊക്കെ നോക്കാം. ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദിസ് മൊഡ്യൂൾ എക്സ്പ്ലോയിറ്റ്സ് എലവേഷൻ ഓഫ് പ്രിവിലേജ് വൾണറബിലിറ്റി ദാറ്റ് എക്സിസ്റ്റ് ഇൻ വിൻഡോസ് 7 2008. അതായത് വിൻഡോസ് 7 പ്രിവിലേജ് എസ്കലേഷൻ വൾണറബിലിറ്റി ആണ് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ഈ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു എക്സ്പ്ലോയിറ്റിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ക്ലിയർ കൊടുത്തിട്ട് ഇപ്പോൾ ഈ ഷോ ഇൻഫോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് ആ എക്സ്പ്ലോയിറ്റിൽ ചില ഓപ്ഷൻസ് ഒക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അത് കാണാൻ വേണ്ടി നമുക്ക് ഷോ ഓപ്ഷൻസ് എന്ന കമാൻഡ് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ചില ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇതാകും കാണാം. നെയിം സെഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. യെസ്, ദി സെഷൻ ടു റൺ ദിസ് മൊഡ്യൂൾ ഇസ് ഓൺ. അതേപോലെ തന്നെ പേലോഡ് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞിരുന്നു പേലോഡ്, ഇവിടെ നമ്മൾ പർട്ടിക്കുലർ പേലോഡ് ഒന്നും തന്നെ സ്പെസിഫൈ ചെയ്തിട്ടില്ല ആ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റിന്. അതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വിൻഡോസ് സ്ലാഷ് മെട്രോപെട്ടലിലെ റിവേഴ്സ് TCP ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു റിവേഴ്സ് ഷെൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ L ഹോസ്റ്റും L പോർട്ടും സ്പെസിഫൈ ചെയ്യണം. ഞാൻ പറഞ്ഞിരുന്നു, ഷെല്ലിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് ഇവിടെ ചെയ്യുന്നത് കാലി ലിനക്സിൽ നമ്മളൊരു പോർട്ടൽ ഡിസൈൻ ചെയ്യുകയാണ്, എന്നിട്ടാണ് നമ്മുടെ എക്സ്പ്ലോയിറ്റ് അവിടെ ഇടുന്നത്.
ഇത് പ്രിവിലേജ് എസ്കലേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ റിമോട്ട് ഹോസ്റ്റും കാര്യങ്ങളൊന്നും സ്പെസിഫൈ ചെയ്യേണ്ടി വരുന്നില്ല. അല്ലെങ്കിൽ നമുക്കിവിടെ ആർ ഹോസ്റ്റ്, ഇവിടെ എൽ ഹോസ്റ്റ് എൽ പോർട്ട് പോലെ തന്നെ ഇവിടെ ആർ ഹോസ്റ്റും ആർ പോർട്ടും സ്പെസിഫൈ ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം എൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാലി ലിനക്സിൻ്റെ IP അഡ്രസ് ആണ്. ഇതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, നമുക്ക് കാണാം. അതേപോലെ തന്നെ എൽ പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ലിസൺ ചെയ്യുന്ന പോർട്ടാണ്, അത് നമുക്ക് കാണാം 4444 ആണ്. ഓക്കെ, നമുക്ക് കാണാം ദ ലിസൺ അഡ്രസ്, ദ ലിസൺ പോർട്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ എൽ ഹോസ്റ്റ് ചിലപ്പോൾ തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് വേറൊരു കമാൻഡ് ചെയ്യാം, അതാണ് സെറ്റ് എൽ ഹോസ്റ്റ്. ചില കേസിൽ ഇപ്പോൾ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് അറിയാതെ തെറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് IF കോൺഫിഗ് നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട്, ഇപ്പോൾ നിങ്ങളുടെ IP അഡ്രസ് വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 1.9 ആണെങ്കിൽ ഇപ്പോൾ സെറ്റ് എൽ ഹോസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ IP അഡ്രസ് മാറിയിട്ട് ഇതാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റിലെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്യുന്നത്. നമുക്ക് കാണാം എക്സ്പ്ലോയിറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്. അവിടെ നമുക്കിവിടെ ആ ടാർഗറ്റിൻ്റെ ഓപ്ഷനും കാര്യങ്ങളും സ്പെസിഫൈ ആയിട്ട് വരുന്നില്ല. ഓക്കെ, ഇവിടെ ഈ കേസിൽ നമ്മുടെ പേലോഡ് എന്ന് പറയുന്നത് നമുക്ക് കാണാം വിൻഡോസ് മെറ്റർപ്രറ്റർ റിവേഴ്സ് TCP ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പേലോഡ് ഒന്നും തന്നെ കോൺഫിഗർ ചെയ്തിട്ടില്ല. ഈ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പേലോഡ് കോൺഫിഗർ ചെയ്യണം. അത് നമ്മളൊന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പേലോഡ് കൊടുത്തു. അത് ഏത് കേസിലും അങ്ങനെയാവും. നമ്മളിപ്പോൾ പർട്ടിക്കുലർ പേലോഡ് കോൺഫിഗർ ചെയ്തില്ല, അല്ലെങ്കിൽ അത് ഡീഫോൾട്ടായിട്ട് കോൺഫിഗർ ചെയ്യുന്ന ഒരു പേലോഡാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് മാനുവലായിട്ടൊരു പേലോഡ് സെറ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കമാൻഡ് ഞാൻ പറയാം, ക്ലിയർ ചെയ്യാം. അതിനുവേണ്ടി കൊടുക്കേണ്ടതാണ് ഷോ പേലോഡ്സ്. നമുക്ക് കാണാം ഒരു 212 പേലോഡ് ലിസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ മുമ്പ് കൊടുത്തപ്പോൾ നമുക്ക് ഏകദേശം 900-ന് മേലെ ഏതോ പേലോഡ് കിട്ടിയിരുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് 212 എന്ന് വെച്ച് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റിന് വേണ്ടി മാത്രം കോൺഫിഗർ ചെയ്തിരിക്കുന്ന പേലോഡുകൾ മാത്രമേ ഇപ്പോൾ ലിസ്റ്റ് ആയിട്ടുള്ളൂ. അതായത് ഈ ഒരു വൾണറബിലിറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന പേലോഡ്സ് ആണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതല്ല. കാരണം നമുക്കെല്ലാം വിൻഡോസിൻ്റെ കീഴിലാണ് വരുന്നത്. കാരണം നമ്മുടെ ഈ എക്സ്പ്ലോയിറ്റ് വിൻഡോസ് സിസ്റ്റം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പേലോഡ് മാത്രമേ ലിസ്റ്റ് ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ അവിടെ ഡീഫോൾട്ടായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റർപ്രറ്റർ ആണല്ലോ. അപ്പോൾ നമുക്കൊന്ന് മാറ്റി നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പോവുകയാണ്. ജനറിക് ഷെൽ ബൈൻഡ് TCP എന്ന് പറഞ്ഞാൽ ഈ ഒരു പേലോഡ് യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് ഇതൊന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ഞാൻ സൂം ഔട്ട് ചെയ്ത് എന്നാലേ കറക്റ്റായിട്ട് ഒരു ലിസ്റ്റ് പോലെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സൂം ഔട്ട് ചെയ്തത്. ഇനി സൂം ചെയ്യാം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് സെറ്റ് പേലോഡ് എന്ന് കൊടുത്തിട്ട് ആ പേലോഡിൻ്റെ കോപ്പി ചെയ്ത പേര് കൊടുക്കുക. ഇതാ കണ്ടോ, ഇപ്പോൾ പേലോഡ് സ്പെസിഫൈ ആയിട്ടുണ്ട്. പേലോഡ് ഈക്വൽ ടു ജനറിക് ഷെൽ ബൈൻഡ് TCP എന്ന് ആയിട്ടുണ്ട്. നമുക്കിനി ഷോ ഓപ്ഷൻ കൊടുത്താലോ. ഷോ ഓപ്ഷൻ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ നേരത്തെ നമ്മൾ എന്ത് കണ്ടത് വിൻഡോസ് മെറ്റർപ്രറ്റർ റിവേഴ്സ് TCP ആയിരുന്നെങ്കിൽ നമ്മൾ പേലോഡ് സ്പെസിഫൈ ചെയ്തപ്പോൾ നമ്മളിപ്പോൾ കൊടുത്ത പേലോഡ് ആയിട്ടുണ്ട് ജനറിക് ഷെൽ ബൈൻഡ് TCP. ഓൾസോ നമുക്കിവിടെ പുതിയതായിട്ട് ഒരു ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് ആർ ഹോസ്റ്റ്. നമുക്കറിയാം നമ്മൾ ബൈൻഡ് ഷെൽ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, നമ്മുടെ ടാർഗറ്റിൻ്റെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യണമല്ലേ. റിവേഴ്സിൽ നമ്മുടെ കാലി ലിനക്സ് മെഷീനിൽ ലിസൺ ചെയ്യുകയാണെങ്കിൽ ബൈൻഡ് ഷെൽ ചെയ്യുമ്പോൾ നമ്മൾ റിമോട്ട് ഹോസ്റ്റിലേക്ക്, അതായത് നമ്മുടെ ടാർഗറ്റ് ഹോസ്റ്റിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ആ ടാർഗറ്റിൻ്റെ IP അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. സെറ്റ് നമ്മൾ എൽ ഹോസ്റ്റ് ചെയ്ത പോലെ തന്നെ സെറ്റ് ആർ ഹോസ്റ്റ് എന്ന് കൊടുത്തിട്ട് ചുമ്മാ റാൻഡമായിട്ട് IP അഡ്രസ് കൊടുക്കുകയാണെങ്കിൽ 196.1.8 എന്ന് 6 കൊടുക്കാം. ഇത് കൊടുക്കുകയാണെങ്കിൽ ആർ ഹോസ്റ്റ് ഈക്വൽ ടു ഈ അഡ്രസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോ ഓപ്ഷൻ കൊടുത്ത് നോക്കാം, ക്ലിയർ ചെയ്യാം. ഷോ ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, നമ്മളിപ്പോൾ കൊടുത്ത അഡ്രസ്സ് ആർ ഹോസ്റ്റിന് സ്പെസിഫൈ ആയിട്ടുണ്ട്. നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കാര്യം, ഒരു പേലോഡ് സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബൈൻഡ് ഷെൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് റിമോട്ട് ഹോസ്റ്റിൻ്റെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ കൊടുത്തു. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ, നമ്മൾ റിയൽ ആയിട്ടൊരു എക്സ്പോർട്ട് ചെയ്യുന്നില്ല ഈ വീഡിയോയിൽ, പക്ഷെ ചെയ്യുന്നുണ്ട് അപ്കമിങ് വീഡിയോസിലൊക്കെ. അതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ കാണാം, നമുക്ക് എക്സ്പ്ലോയിറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് ID എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ടാർഗറ്റ് പർട്ടിക്കുലറായിട്ട് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് കൊടുക്കുന്ന കമാൻഡാണ്, ക്ലിയർ ചെയ്യാം, ഷോ ടാർഗറ്റ്. ഷോ ടാർഗറ്റ് എന്ന കമാൻഡ് കൊടുത്തപ്പോൾ നമുക്ക് ഈ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് കൊണ്ട് ഏതൊക്കെ ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യാമെന്നുള്ള ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് വിൻഡോസ് 7 സിസ്റ്റത്തെയാണ്, 64 ബിറ്റ് 86 ബിറ്റും ആണ്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ടാർഗറ്റ് ഏത് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നമുക്കിവിടെ സെറ്റ്
ടാർഗറ്റ് എന്ന് കൊടുത്തിട്ട് ഏതാണ് കൊടുക്കേണ്ടത് നമ്പർ സ്പെസിഫൈ ചെയ്യാം. എൻ്റെ 1 ആണെങ്കിൽ ഞാൻ ഇപ്പോൾ വിൻഡോസ് 7 ആണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ എനിക്കറിയാം ദിസ് ഇസ് ടാർഗറ്റ് സിസ്റ്റം വിൻഡോസ് 7 ഇൻറ്റു x64 ആണെങ്കിൽ എനിക്ക് സെറ്റ് ടാർഗറ്റ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റ് അവിടെ സ്പെസിഫൈ ആവും. എന്നിട്ട് നമ്മൾ ഷോ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ദാ കണ്ടോ, നമ്മുടെ നേരത്തെ ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് വിൻഡോസ് 7 ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല നമ്മുടെ ടാർഗറ്റ് ഏത് സിസ്റ്റമാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് എന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഓട്ടോമാറ്റിക് തന്നെ സ്പെസിഫൈ ചെയ്യാം. സെറ്റ് ടാർഗറ്റ് 0 എന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതാണ് MSF കൺസോളിൽ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കമാൻഡും കാര്യങ്ങളൊക്കെ. മെയിനായിട്ട് വരുന്നത് ഷോ ടാർഗറ്റ്, സെറ്റ് പേലോഡ്, അങ്ങനെ സെറ്റ് യൂസ് ഷോ, അങ്ങനെ ഈ മെയിൻ കമാൻഡ്സും കാര്യങ്ങളാണ്. പിന്നെ ഈ ഷോ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. പക്ഷേ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇത് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു ടാർഗറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ വിശദമായിട്ട് നമ്മൾ അപ്കമിങ് വീഡിയോസിലൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് MSF കൺസോളിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കമാൻഡും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ തന്നെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടെ വന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.